കെട്ടിയ പെണ്ണുമ്പിള്ള ഇവളുമാരൊക്കെ ഒളിച്ചോടി പോകുമ്പോൾ അങ്ങ് ഒറ്റയ്ക്ക് പോകത്തില്ല, ഭർത്താവിനെ കൊന്നിട്ടേ പോകത്തുള്ളൂ. പോണെങ്കിൽ അങ്ങ് പോയാൽ പോരാ, ഭർത്താവിനെ കൊന്നിട്ട് പോകുന്ന പെണ്ണുങ്ങളുടെ കാലം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വർഗത്തിലും ഭാര്യമാരെ ആക്കി തരുമാറാകട്ടെ. വേണോ 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 സ്വർഗത്തിലും ഭാര്യയായിട്ട് വേണോ? ഇവിടത്തെ ആമിനായ സ്വർഗത്തിലെ ഭാര്യയായിട്ട് വേണം എന്നുള്ളവരൊന്ന് കൈവക്കി. ഇവിടത്തെ ഭാര്യയെ സ്വർഗത്തിലും വേണം. സ്റ്റേജിൽ ഇരിക്കുന്നവർക്കും പൊക്കാം കേട്ടോ. പെണ്ണും പിള്ള ഇപ്പൊ ചില ഉസ്താദ്മാര് വിചാരിക്കും എന്റെ ഭാര്യ ഉസ്താദ് ഇവിടെ ഇല്ലല്ലോ എന്ന്. ഉസ്താദ് ലൈവ് ഉണ്ട് കേട്ടാ. പലരും കൈ പൊക്കിയില്ല. പ്രായം ചെന്ന വാപ്പ നീ പൊക്കിയില്ല. പലരും പൊക്കാത്ത എന്താണെന്നറിയാമോ? ഇവള് സ്വർഗത്തിലുണ്ടോ ഉസ്താദ്? എങ്കിൽ ഞാൻ പോണില്ല. അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും പോണില്ല. ചിലരങ്ങനെ. അല്ലാഹു ഇവിടെ ഈ 2 പെണ്ണ് കെട്ടുന്നവരെ കൊണ്ടോ ഉസ്താദ്? നിങ്ങളോട് ചോദിച്ചിട്ട് കാര്യം എന്താപ്പാ? 2 പെണ്ണ് കെട്ടുന്നവരുണ്ടാ? ഉണ്ടാ? ഓ പിന്നെ മലക്കുകളല്ലേ. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ 2 പെണ്ണ് കെട്ടുന്നവരുടെ അവസ്ഥ എന്താ? ഇവിടെ ഒരെണ്ണത്തിന് തൊണ്ട് ഓരോ മനുഷ്യന്മാർ വിടുന്ന പാട് കളയും. സക്കറാത്തിന്റെ വലിയ വലിക്കണം. ഞാനൊരു സമ്പന്നന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഒരുപാട് ഉസ്താദ്മാരുണ്ടായിരുന്നു. അപ്പം ഭക്ഷണം കഴിച്ച് ഇറങ്ങാൻ സമയമായപ്പോൾ നമ്മുടെ കൂടെ ഒരു പ്രായമുള്ള ഉസ്താദ് ഉണ്ടായിരുന്നു. വിളിച്ച് വീടിൻ്റെ അകത്തോട്ട് കൊണ്ടുപോയി. വീടിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പരാതി പറയുന്നു, കരയുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ. അപ്പൊ ഈ ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ നോക്കും, ഇങ്ങനെ ചിരിക്കും. ഈ മനുഷ്യനാണ് നിന്ന് കരയുക. അവസാനം ഇതെല്ലാം കഴിഞ്ഞ് ദുആയെല്ലാം ചെയ്ത് ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ ചുമ്മാതെ ചോദിച്ചു, എന്തേ ഉസ്താദെ സാധു കരയുന്നുണ്ട്? ഓ ഒന്നുമില്ലടാ സിറാജ്, ആ പാവപ്പെട്ടവൻ 2 പെണ്ണ് കെട്ടി ശൈത്താനും കടലിനെ നടക്കാൻ. 2 പെണ്ണ് കെട്ടിയിട്ട് സമാധാനമില്ല. 2ന്റെ ഇടയിൽ കിടന്നിട്ട് വലിയ പാവത്തിന്റെ കാര്യം വലിയ കഷ്ടമാണ്. അപ്പൊ അത് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞതാ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ചിരിച്ചെന്ന്? നിങ്ങൾ എന്തിനാ ഇടയ്ക്ക്? ഞാൻ 3 എണ്ണം കെട്ടിയിട്ട് നടക്കാം. ഈ ചങ്ങാതി 3 എണ്ണം കെട്ടിയിട്ട് ശൈത്താനും കഴിഞ്ഞ് കടലും കഴിഞ്ഞ് എന്താ അവസ്ഥ? അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. എന്നാ നല്ല പെണ്ണുങ്ങളുണ്ട് കേട്ടാ, എല്ലാത്തിനും കുറ്റം പറയരുത്. നല്ല സഹോദരി, നല്ല പെണ്ണുങ്ങളുണ്ട്. ചില പെണ്ണുങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് നമുക്ക് ബറക്കത്തുണ്ടായത്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ ബറക്കത്തുള്ള ഭാര്യമാരാക്കി തരുമാറാകട്ടെ. അള്ളാഹുവെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു അതൊക്കെ മാറ്റി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ എന്താ പറഞ്ഞ്? സ്വർഗത്തില് മീനിന്റെ കരള് തിന്നണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ ഈ ചെറുപ്പക്കാരൻ ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? അപ്പം പറഞ്ഞു, ഉമ്മാനെയും വാപ്പാനെയും സ്നേഹിച്ചത് കൊണ്ടാ. ആയിഷ ബീബി വിട്ടില്ല, ഉടനെ ചോദിച്ചു, എനിക്കും കിട്ടുമോ? അള്ളാഹുവിന്റെ സ്വർഗത്തിൽ സ്വന്തമായിട്ടൊരു വീടും അള്ളാന്റെ അടുക്കൽ നിന്ന് സ്വർഗത്തിലെ ഭക്ഷണം വാങ്ങി കഴിക്കാൻ എനിക്കും കഴിയോ? അപ്പൊ പറഞ്ഞു, ഇല്ല. അള്ളാഹു ഈ ചെറുപ്പക്കാരന് ഈ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം ഉമ്മാനെയും വാപ്പാനെയും സ്നേഹിച്ചത് കൊണ്ട് മാത്രമല്ല, 3 നല്ല ഗുണം ആ മോനുണ്ടായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 3 ഗുണം ഈ കൈപൊക്കിയ നിനക്കുണ്ടെങ്കിൽ നിനക്കും കിട്ടും. ഈ കൈപൊക്കിയ മക്കൾക്ക് ഈ പറയുന്ന 3 നല്ല ഗുണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അള്ളാഹു ആ പ്രതിഫലം തരും. അള്ളാഹു നൽകുമാറാകട്ടെ, അള്ളാഹു നൽകുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു നല്ല മഞ്ഞുണ്ടല്ലേ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്ത് നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ ചെറുപ്പക്കാരൻ ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താണ്? ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 3 ഗുണം എന്താണ് നബിയേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. 1ാമത്തെ ഗുണം എന്തെന്നറിയുമോ? ഈ കൈപൊക്കിയവര് മറക്കാതെ ഇരുന്ന് കേട്ടോ. ഈ കൈപൊക്കിയവര് മറക്കാതെ ഇരുന്ന് കേട്ടോ. അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, ഉമ്മാന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കഴി